മലപ്പുറം ജില്ലയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചൊരു വെറുപ്പുണ്ടെന്ന് ആരും പറയില്ല. പക്ഷെ മലപ്പുറം ജില്ലയിലുള്ളവർ ഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരായാൽ പിന്നെ പിണറായി ആയാലും എന്ത് ചെയ്യും? കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യക്കൊപ്പമായിരുന്നു. പിന്നീട് പാർട്ടിയുടെ വിഭജന ശേഷം മധുര മനോജ്ഞ ചൈനയ്ക്കൊപ്പമായിരുന്നു CPM. ഇന്ത്യ രാജ്യത്ത് രൂപം കൊണ്ടതല്ല പാർട്ടി എന്നതാണ് രാഷ്ട്രീയം പറയുമ്പോൾ രാജ്യത്തെയും സംസ്ഥാനത്തെയും ജില്ലയെയും ജന്മനാടിനെയും എല്ലാം റഷ്യയെയോ ചൈനയെയോ ക്യൂബയെയോ പോളണ്ടിനെയോ പോലെ മുഖ്യസ്ഥാനത്ത് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ അവർക്ക് സാധിക്കാത്തത്. മാർക്സ്, ലെനിൻ, മാവോ, ചെഗുവേര എന്നിങ്ങനെ നേതാക്കന്മാരുടെ പേര് പറയുമ്പോഴും ഈ പ്രശ്നം രാജ്യത്തെ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്കുണ്ടാകാറുണ്ട്. മലപ്പുറം ജില്ലയെ പറ്റി പറയേണ്ടി വരുമ്പോൾ അതിനി കുട്ടികളുടെ വിജയ ശതമാനത്തെ പറ്റി പറയുമ്പോഴാണെങ്കിലും സ്വർണ്ണ കള്ളക്കടത്തിനെ പറ്റി പറയുമ്പോഴാണെങ്കിലും ക്രിമിനൽ കേസുകളെ പറ്റി പറയുമ്പോഴാണെങ്കിലും വേറെ ഏതെങ്കിലും ജില്ലയിൽ ഒരാന ചെരിഞ്ഞ വാർത്ത പറയുമ്പോഴാണെങ്കിലും ജില്ലയ്ക്കൊരു കുത്ത് പണ്ടേ അവർ കൊടുത്ത് ശീലമാണ് അവരുടെ. സാക്ഷാൽ EMSന്റെ ഭരണകാലത്താണ് ജില്ല രൂപീകരിച്ചതും മലപ്പുറം എന്ന് പേരിട്ടതെന്നും അഭിമാനത്തോടുകൂടി പാർട്ടിക്ക് എക്കാലവും പറയേണ്ട സാഹചര്യമാണ് സത്യത്തിൽ മലപ്പുറത്തിനുള്ളതെന്ന് ഏതൊരുവനും അംഗീകരിക്കുന്ന കാര്യമാണ്. മതസഹോദര്യവും പരസ്പര സഹകരണവും സ്നേഹവുമെല്ലാം ഇത്രമാത്രം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന മറ്റൊരു ജില്ല വേറെ ഉണ്ടോ എന്ന് ഗവേഷണം നടത്തിയാൽ പോലും കണ്ടെത്താനാകില്ല എന്നതല്ലേ വസ്തുത. പക്ഷെ ജില്ല ഒരു സമുദായം കൂടുതലായുള്ള പ്രദേശമാകുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാര്യമായ വേരോട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത ഇടമാകുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കരിപ്പൂർ എയർപോർട്ടും ഇപ്പോൾ അവസാനം CPMന്റെ അന്തകനായി അവതരിച്ച അൻവറിന്റെ ജന്മദേശവും തട്ടകവും മലപ്പുറമായതുമാണ് മലപ്പുറത്തെ കുറിച്ച് താറടിച്ച് സംസാരിക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് നാം കാണേണ്ടത്. എന്നാൽ RSSന്റെ ഗൂഢനീക്കത്തിൽ ഒപ്പം നിൽക്കാനോ അതിനേക്കാൾ അവരോടൊപ്പം മുന്നിലോടാനോ പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നു എന്നതും അത് രാജ്യ തലസ്ഥാനത്ത് വരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതുമെല്ലാം നല്ലതല്ലെന്ന് മാത്രം പറയട്ടെ. ന്യായീകരണ തൊഴിലാളികളോടാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും ഈ കാര്യത്തിൽ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ കാര്യത്തിലേക്ക് വരാം. നിലമ്പൂരിലെയും കോഴിക്കോട്ടെയും പൊതുസമ്മേളനങ്ങൾക്കും പിന്നെ അടിക്കടി നടത്തുന്ന പത്രസമ്മേളനങ്ങൾക്കും പിന്നാലെ PV അൻവർ ഇനിയും പൊതുയോഗങ്ങളിൽ സംസാരിക്കും. വൻ ജനാവലി എല്ലാ യോഗ സ്ഥലത്തും തടിച്ചുകൂടും. ADGPക്കൊപ്പം പിണറായിക്കെതിരെയും കൂടുതൽ ആഞ്ഞടിക്കാനുള്ള വേദിയായേക്കും അതെല്ലാം. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ കഴിഞ്ഞ ദിവസം അൻവർ ആഞ്ഞടിച്ചത് മേലിൽ തനിക്കെതിരെ പാർട്ടിയിൽ ആരും ഒരാരോപണവുമായി വരരുതെന്ന ലക്ഷ്യത്തോടെ നേതൃത്വത്തിന്റെ നിറുകം തലയിലുള്ള കൊട്ടായിരുന്നത്. ജില്ലയെ ക്രിമിനൽ കേസുകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്താക്കാനുള്ള RSS അജണ്ട നടപ്പാക്കാനുള്ള പോലീസ് നീക്കത്തിന് പാർട്ടി ജില്ലാ സെക്രട്ടറി കൂട്ടുനിന്നോ എന്ന് സാധാരണക്കാരിൽ പോലും സംശയം ജനിപ്പിക്കാൻ അത് ഇടയാക്കുകയും ചെയ്തു. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്ന മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ ADGP AR അജിത് കുമാറിന് ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുണ്ടെന്ന് PV അൻവർ നേരത്തെ മുതൽ ആരോപിച്ചിരുന്നതാണ്. അൻവറിന്റെ ഇടപെടലോടെയാണല്ലോ കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മണിക്കൂറുകൾക്കിടെ സ്ഥലം മാറ്റിയത് തന്നെ വഴിത്തിരിവായി കാണാവുന്നതുമാണ്. ഇപ്പോൾ അൻവറിന്റെ കക്കാടംപൊയിലെ വിവാദ തടയണ പൊളിക്കാൻ CPM ഭരണത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി തിരക്കിട്ട് നീക്കം നടത്തുന്നുണ്ട്. അതിനിടെ ഫോൺ ചോർത്തൽ കേസിൽ അൻവറിനെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. ഇനി അൻവറിന്റെ പേരിൽ കേസ് എത്രയാണ് വരാൻ കിടക്കുന്നതെന്ന് പോലും സംശയിക്കണം. അൻവർ ഇടയുന്നതുവരെ സംരക്ഷിക്കുകയും ഇപ്പോൾ തിരക്കിട്ടതെല്ലാം ചെയ്യുന്നതും പാർട്ടി പ്രവർത്തകരിൽ പോലും നേതൃത്വത്തിനും പോലീസിനുമെതിരെ അവജ്ഞ ഉളവാക്കിയിട്ടില്ലേ? ഉണ്ട്. സർക്കാർ നടപടികളും പോലീസ് ഇടപെടലും കണ്ടപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി. ഇങ്ങോട്ട് മൈറ്റിയാൽ അങ്ങോട്ടും മൈറ്റുമെന്നൊരു നാടൻ പ്രയോഗമില്ലേ? അത് തന്നെ നിലമ്പൂരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അൻവർ പറയുന്നത് താൻ പുതിയ പാർട്ടി ഉണ്ടാക്കില്ലെന്നാണ്.
എന്നാൽ ജനം പാർട്ടി ഉണ്ടാക്കിയാൽ മൂപ്പര് പിന്നിലുണ്ടാകുമത്രേ. തന്നെ MLA ആക്കിയത് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം സഖാക്കളാണെന്ന് മൂപ്പര് തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാപ്പകലില്ലാതെ അധ്വാനിച്ചവരായ അവരെ ഒരിക്കലും മറക്കില്ലത്രേ. അതൊക്കെ നല്ല കാര്യം. പിന്നെ നിങ്ങൾ കാല് വെട്ടിയാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാലും ഞാൻ വീൽ ചെയറിൽ വരുമെന്നും ഉമ്മാക്കി കൊണ്ടൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതേണ്ടെന്നും അൻവർ പറഞ്ഞു. അതാണ് ആണുങ്ങളുടെ ഭാഷ. അതുകൊണ്ട് നിർത്തിയോ? ഇല്ല. അടുത്തത് അതിനേക്കാൾ നല്ല കിടിലൻ വെല്ലുവിളി. എന്നെ ഈ നിലപാടുകളിൽ നിന്ന് പിന്തിരിപ്പിക്കണമെങ്കിൽ വെടിവെച്ച് കൊല്ലേണ്ടി വരും. അൻവർ പറയുകയാണ്, പറ്റുമെങ്കിൽ ചെയ്യ്, അതുമല്ലെങ്കിൽ തന്നെ ജയിലിലടക്ക്. പലതും പ്രതീക്ഷിച്ച് താൻ ഒരുങ്ങി നിൽക്കുകയാണെന്നുമാണ് അൻവർ സാഹിബ് പറഞ്ഞത്. സോറി, സാഹിബിലേക്ക് എത്തിയിട്ടുമില്ല. സഖാവി എന്ന് വിടാൻ അങ്ങനെ പുറപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോ നമുക്ക് മൂപ്പരെ അമ്പുക്കാന്ന് തന്നെ വിളിക്കാം. പല പാർട്ടികളും ഒപ്പം ചെല്ലാൻ അൻവറിനെ വിളിച്ചു അത്രേ. എന്നിട്ടോ അതെങ്ങനെ പറ്റും? തന്റെ പോക്ക് ജയിലിലേക്കാണെന്നാണ് അൻവർ പറയുന്നത്. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും തയ്യാറെടുത്ത് നിൽക്കുകയാണ് അത്രേ മൂപ്പർ. എന്തും നേരിടാൻ തയ്യാറാണ്. താൻ വെടികൊണ്ട് വീണേക്കാം. ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം. അതാണ് അൻവറിന്റെ സ്വപ്നം. എന്ത് നല്ല സ്വപ്നം! വെടികൊണ്ട് വീഴാൻ ഇനിയും അൻവർവാർ ഉണ്ടാകണമത്രേ. വല്ലാത്ത ജാതി മോഹം തന്നെ. അതിമോഹമാണ് മോനെ ദിനേശ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് മനുഷ്യർ പാർട്ടിക്ക് പുറംതിരിഞ്ഞു എന്നാണ് മൂപ്പരുടെ മറ്റൊരു സംശയം. വടകര ഒരു ടീച്ചർ മത്സരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മത്സരിച്ചു. വടകരയിൽ ടീച്ചർ ജയിച്ചോ? ഇല്ല. തോറ്റത് പാർട്ടി പരിശോധിച്ചോ? ഇല്ല. അത് പരിശോധിക്കണമായിരുന്നില്ലേ? പരിശോധിക്കണമായിരുന്നു. പാർട്ടിക്ക് താൻ കൊടുത്ത കത്ത് പരിശോധിച്ചോ? ഇല്ല. പോട്ടെ, ശബരിമല വിഷയത്തിൽ പാർട്ടിക്ക് കൊടുത്ത കത്ത് പരിശോധിച്ചോ? ഇല്ല. പാർട്ടിയും മുഖ്യമന്ത്രിയും 18 അടവും പറ്റിയിട്ട് ഒരു ഹൈന്ദവ സ്ത്രീയെ, സഹോദരിയെ എങ്കിലും ശബരിമലയിൽ കയറ്റാൻ പറ്റിയോ? ഇല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ്, എന്തിനാണ് അന്നത്തെ കളികളെന്ന് പരിശോധിച്ചോ? ഇല്ല. അപ്പോ പിന്നെ CPI പറഞ്ഞത് തന്നെയാണ് താനും പറഞ്ഞിട്ടുള്ളൂ എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നാണ് അൻവർ ചോദിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. മാമി കൊലപാതകത്തിൽ അജിത് കുമാർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ തെളിയുമെന്നാണ് മൂപ്പരുടെ പക്ഷം. മാമിയുമായി ഇടപാടുള്ളവരെ എല്ലാം സ്വകാര്യമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ആഭ്യന്തര വകുപ്പ് അറിയുന്നേയില്ല എന്ന് സംശയം സഖാവിനുണ്ട്. വിളിച്ചു വരുത്തിയവരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിരട്ടുകയാണ്. മാനക്കേട് ഭയന്ന് എങ്ങനെയെങ്കിലും തന്നെ ഒഴിവാക്കണമെന്ന് അവർ പറയുന്നു. 5ഉം 10ഉം മുതൽ 50 ലക്ഷം വരെ കൊടുത്തവരുണ്ടത്രേ. ഈ വിഷയത്തിൽ അൻവർ ഇടപെട്ടപ്പോഴാണ് അത് നിന്നതും. സത്യത്തിൽ അൻവർ ഇനി എന്തു വെളിപ്പെടുത്തും, എന്തെല്ലാം തെളിവുകൾ പുറത്തുവിടുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ പിണറായിയും മരുമകൻ റിയാസും. അൻവറിനെ എത്രയും വേഗം അകത്താക്കാൻ പിണറായിയും മരുമോനും പിന്നെ ADGPയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വിചിത്രമായ വസ്തുത, പാർട്ടി അതായത് CPM നേതൃത്വം അൻവർ ഇങ്ങനെ നാട് നീളെ പറഞ്ഞു നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. മുള്ളൻമടയിലേക്ക് അൻവറാണ് നല്ലതെന്ന്, അതായത് പിണറായിയെ വെട്ടാൻ അൻവറിനെ ഉപയോഗിക്കാമെന്ന് പാർട്ടി നേതൃത്വം എന്നോ കണ്ടെത്തിയതാണ്. അൻവർ CPMന്റെ അന്തകനായേക്കുമെന്നൊന്നും ആരും വെറുതെ വ്യാമോഹിക്കണ്ട. എന്നാൽ RSSന്റെ ആലയിൽ കൊണ്ടുപോയി പാർട്ടിയെ കെട്ടിക്കൊടുത്ത് തന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി 18 അടവും പയറ്റുന്ന CPMന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് അൻവർ വിശേഷിപ്പിച്ചവൻ, ഇന്നലെ വരെ ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന് പാർട്ടിയെ കെട്ടിപ്പടുത്തവനെന്ന് സ്വയം വീരവാദ്യം മുഴക്കിയിരുന്ന കണ്ണൂരിന്റെ വിപ്ലവ സൂര്യൻ, മകൾക്ക് വേണ്ടിയും മരുമകന് വേണ്ടിയും കൂടെയുള്ളവരെ പോലും ബലി കൊടുക്കുന്നവൻ, ഒരു കാലത്ത് കമ്മ്യൂണിസത്തിന്റെ ഉപോൽപ്പന്നമായിരുന്ന ലെനിനിസത്തിന്റെ, മാവോയിസത്തിന്റെ, അങ്ങനെ ലോകത്ത് കമ്മ്യൂണിസം എവിടെയെല്ലാം ഉണ്ടായിരുന്നോ അവിടെയെല്ലാം ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ കൊന്നൊടുക്കി അധികാരത്തിന്റെ അപ്പകഷ്ണം തിന്നു മതിച്ച് സുഖിച്ച് ലോക ജനതയ്ക്ക് അറപ്പിന്റെ വെറുപ്പിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റെ മാറ്റിയ തന്ത്ര കുതന്ത്രങ്ങളിൽ രൂപപ്പെടുത്തിയെടുത്ത തരത്തിലുള്ള വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായ ഇന്നത്തെ പിണറായിസത്തിന്റെ അന്തകനാകുമെന്ന് വ്യക്തമാക്കുന്ന പ്രഖ്യാപനം അൻവറിൽ നിന്നുണ്ടായേക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നിലമ്പൂരിലും കോഴിക്കോട്ടും വിശദീകരണ യോഗത്തിലേക്ക് ആയിരങ്ങൾ അൻവറിനെ കേൾക്കാൻ ഒഴുകിയെത്തിയത്. അവിടങ്ങളിലെത്തിയ വൻ ജനാവലിയിൽ കോൺഗ്രസുകാരും ലീഗുകാരും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും 75% ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നതാണ് വസ്തുത. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ ഇടയിൽ പിണറായി വിരുദ്ധ നിലപാടിന്ന് ശക്തമാണെങ്കിലും അവരത് പരസ്യമായി വെളിപ്പെടുത്താൻ തൽക്കാലം തയ്യാറല്ലെന്നേ ഉള്ളൂ. എന്നാൽ അണികൾക്കിടയിൽ രൂപപ്പെട്ടു വന്ന ആ ചേരിതിരിവ് നിലമ്പൂരിലും കോഴിക്കോടും മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് വരും ദിനങ്ങളിൽ വ്യക്തമാകുമെന്നാണ് പൊതുവെ അൻവറിനെ ശ്രവിക്കുന്ന, അൻവറിനോടൊപ്പം ചിന്തിക്കാൻ തയ്യാറായ, അൻവറിനൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന പാർട്ടി അണികളെ ശ്രദ്ധിക്കുന്നവരുടെ അനുമാനം.
അൻവർ മലബാർ മേഖലയിൽ എവിടെയും, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഏത് നിയോജക മണ്ഡലാടിസ്ഥാനത്ത് പൊതുയോഗം വിളിച്ചാലും വൻ ജനാവലി എത്തുമെന്ന് ഉറപ്പാണ്. CPM-ന്റെ തുടർ ഭരണത്തിൽ, ഈ പിണറായി ഭരണത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെ, നെറികേടുകളെ, പോലീസ് ഭീകരതയെക്കുറിച്ച് അൻവർ വെളിപ്പെടുത്തുന്നവയെല്ലാം നിരാശരായ അണികൾ 100% സത്യമാണെന്ന് വിശ്വസിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ട പ്രധാന വസ്തുത. RSSന്റെ നേതാവ് കഴിഞ്ഞ ദിവസം ADGP അജിത് കുമാറിനെ ന്യായീകരിച്ചതോടെ BJPയും പിണറായിയും ചേർന്ന് ADGP മുഖേന അവിഹിതമായി രൂപപ്പെടുത്തിയ ബാന്ധവം ഏതൊരു കമ്മ്യൂണിസ്റ്റ് സ്തുതിപാഠകന് പോലും ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പാർട്ടിയെ പണയപ്പെടുത്തി അറ്റയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിജയനെ ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന കണ്ണൂർ ലോബി തിരിച്ചറിഞ്ഞില്ല എന്നൊന്നും ആരും കരുതേണ്ടതില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലം മുതൽ തെക്കൻ ജില്ലകളിൽ നിന്ന് പട്ടിക്ക് പുറത്തു നിർത്തിയിരുന്ന ബേബിമാരും സുധാകർജിമാരും ഐസക്കുമാരും ഉൾപ്പെടുന്ന ഒന്നാം തര നേതാക്കളോടൊപ്പം ഇതാ മലബാറിലെ വിജയരാഘവന്മാരും കണ്ണൂരിലെ ജയരാജന്മാരും ടീച്ചറമ്മമാരും പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടി സെക്രട്ടറി പോലും അൻവറിന് പുറകിൽ നിന്ന് ചൂട്ടുപിടിക്കുന്നുണ്ടെന്നത് കാണാതെ പോകണ്ട. എന്നാൽ കേരളം ഇതുവരെ ചർച്ചയ്ക്കെടുക്കാത്ത മറ്റൊരു കാര്യമാണ് CPIയുടെ നിലപാട്. 100% CPI ആണ് അൻവറിന് പ്രതീക്ഷ നൽകുന്ന ഇടതുമുന്നണിയിലെ ഏക ഘടകം. CPIക്ക് ഇടതുമുന്നണി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിട്ടുകൊടുത്ത സീറ്റുകളിൽ തൃശൂർ സീറ്റ് BJPക്ക് വിറ്റ് പിണറായി വിജയൻ തന്റെ കുടുംബത്തിന് രക്ഷയൊരുക്കിയെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരുവനും ബോധ്യമായിട്ടും CPI എന്ന പാർട്ടിക്ക് മാത്രം അതങ്ങോട്ടും മനസ്സിലായില്ല എന്ന് ആരും കരുതരുത്. എന്നാൽ അവർ അവരുടേതായ ബലഹീനത കൊണ്ട് ഇപ്പോൾ വാളെടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. സന്നിഗ്ധ ഘട്ടത്തിൽ പിണറായിയെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനുള്ള ചരടുവലികൾക്കായി അൻവറിനെ പിന്തുണയ്ക്കാമെന്ന് മാത്രമല്ല, അൻവർ തയ്യാറായാൽ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ പോലും CPI തയ്യാറായേക്കും. എന്നാൽ അൻവർ ലീഗിലേക്ക്, കോൺഗ്രസിലേക്ക്, ആം ആദ്മി പാർട്ടിയിലേക്ക്, അതുമല്ലെങ്കിൽ അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചേക്കും എന്നിങ്ങനെ ഊഹാപോഹം പ്രചരിപ്പിക്കുന്നവർക്ക് നിലമ്പൂർ പൊതുസമ്മേളനത്തിലൂടെ, പത്രസമ്മേളനങ്ങളിലൂടെ താൻ ഒരിക്കലും പൊട്ടത്തരത്തിൽ ചെന്ന് ചാടില്ലെന്ന് അൻവർ MLA വ്യക്തമായി മറുപടി നൽകുന്നുണ്ട്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് ഭാഗികമായി പാർട്ടിയും ഭരണകൂടവും ഇപ്പോൾ തന്നെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ADGPയെ പുറത്തു നിർത്താനും കൂടി ആയാൽ പിണറായിയുടെയും ശശിയുടെയും പത്തിയൊടിയുമെന്ന് അൻവറിനും അൻവറിനെ രഹസ്യമായി പിന്തുണയ്ക്കുന്ന നേതാക്കന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം CPM-നെതിരായി ഒരു പാർട്ടി പ്രഖ്യാപനമോ മറ്റു പാർട്ടികളിലേക്ക് കൂടുവിട്ട് കൂടുമാറ്റമോ അൻവർ ആഗ്രഹിക്കാനിടയില്ല. തങ്ങളോടൊപ്പം നിന്ന് ഇടതുമുന്നണി എന്ന പുരക്കകത്ത് തീയിടുന്നതിനേക്കാൾ അൻവർ പുറത്തുപോയി ലീഗിലോ കോൺഗ്രസിലോ ചേരുന്നതാണ് നല്ലതെന്ന് LDF ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അൻവറിനെ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് മൊഴി ചൊല്ലിയതും. UDF-നെ സംബന്ധിച്ചിടത്തോളം തങ്ങളോടൊപ്പം ചേരുന്ന അൻവറിനേക്കാൾ LDF-കാരനായ ഇരുതലയുള്ള അൻവറിനെയാണ് അവരിഷ്ടപ്പെടുന്നത്. ഇതൊക്കെയാണെങ്കിലും ആരുടെയും കോടാലിക്കയെ മാറാൻ മാത്രം ബുദ്ധിശൂന്യനല്ല അൻവർ എന്ന് വ്യക്തമാക്കുന്ന നയങ്ങളാണ് അൻവർ ദിനേന പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേസുകൾ കൊണ്ട് കേന്ദ്രവും കേരളവും ഒന്നിച്ച് തനിക്കെതിരെ പണി തരാൻ ഒരുങ്ങി എന്ന് കണ്ടറിഞ്ഞാണ് അൻവർ രണ്ടും കൽപ്പിച്ച് പോലീസിനും മുഖ്യനുമെതിരെ ഓരോന്നായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തനിക്കെതിരെ എന്ത് നിയമ നടപടി ഉണ്ടായാലും തന്റെ വെളിപ്പെടുത്തലുകളാണ്, അല്ലെങ്കിൽ തന്റെ കൈവശമുള്ള തെളിവുകൾ നശിപ്പിക്കാനാണ് തന്നെ കേസിൽ കുടുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മുന്നിൽ മുൻകൂർ ജാമ്യമെടുത്തു വെച്ചിരിക്കുകയാണ് അൻവർ സഖാവ് ഇപ്പോൾ തന്നെ. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.